വെയിറ്റ് ചെക്കാണോ വീണ്ടും? അപ്പൊ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു ചേഞ്ചസ് വരുത്തിയാലോ? ദേ ഈ നല്ല അടിപൊളി ഒരു പപ്പായ സ്മൂത്തിയാണ് കേട്ടോ. ഓവർനൈറ്റ് ഓട്സും പപ്പായയും കൂടെ ചേർത്തിട്ട് എടുക്കുന്ന സ്മൂത്തി. റോൾഡ് ഓട്സ് ആണ് ഞാൻ എപ്പോഴും ഡയറ്റിൽ യൂസ് ചെയ്യുന്നത്. എല്ലാവരും അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇൻസ്റ്റന്റ് ഓട്സ് ഒക്കെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ദേ നമ്മുടെ റോൾഡ് ഓട്സ് ഒരു 3 സ്പൂണോളം അതെടുത്ത് ചിട്ടിട്ടുണ്ട്. 1 സ്പൂൺ ചിയാ സീഡ് ഇട്ടിട്ടുണ്ട്. ലോ ഫാറ്റ് മിൽക്കും കൂടി, ഞാൻ മിൽമയുടെ മഞ്ഞപ്പാലാണ് കേട്ടോ എടുക്കുന്നത്, എടുത്ത് ഇതേപോലെ അതിന്റെ പൊക്കത്തിൽ നിൽക്കുന്ന രീതിയിൽ ഓവർനൈറ്റ് കുതിർത്തി ഫ്രിഡ്ജിൽ വെക്കാം. വെളിയിൽ വെക്കണ്ട കേട്ടാ. അപ്പൊ ഒരു ചെറിയ തണുപ്പൊക്കെ, ഇപ്പോഴത്തെ തണുപ്പിൽ കുടിക്കാൻ പറ്റത്തില്ല, എന്നാലും രാവിലെ എടുത്തൊന്ന് വെളിയിൽ വെച്ചാൽ മതി. രാവിലെ എടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ആ ഒരു കോരി, അത് കാണുമ്പോൾ തന്നെ നമുക്ക് കോരി കുടിക്കാൻ തോന്നുന്ന ഒരു സൂപ്പർ ഇതിൽ കിടക്കും കേട്ടാ. അതിലേക്ക് ഞാനൊരു 2-3 കഷ്ണം പപ്പായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പപ്പായ വെയിറ്റ് ലോസിന് നല്ലതാണ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഇളങ്ങാനും ഒക്കെ നല്ലതാണ്. ഇതുപോലെ ഞാനൊരു 3 കഷ്ണം പപ്പായാണ് എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്ത് അതിലേക്ക് 2 ഡേറ്റ്സും കൂടെ കുരുകളഞ്ഞിട്ട് കൊടുത്ത് പിന്നെ ഗ്രീക്ക് യോഗേർട്ടും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഇത്തിരി ചെറുതേനാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഒരു കോഫി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പൊ കുടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ടേസ്റ്റി ആയിട്ട് തന്നെ എടുക്കണമല്ലോ. ഇതേപോലെ മിക്സിയിലോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് കറക്കി എടുത്തു കഴിയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വെയിറ്റ് സ്റ്റേക്കിന്റെ സ്മൂത്തി സെറ്റ് ആവും. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്ത് ഉറപ്പായും സ്റ്റെക്കായി നിൽക്കുന്ന വെയിറ്റിന് ചേഞ്ച് ഉണ്ടാവും.